പേജ് നമ്പർ 30 ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇന്നത്തെ ക്ലാസ്സിൽ വിശദമാക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്. ഇവിടെ തന്നിട്ടുള്ള ഈ മട്ടത്രികോണങ്ങൾ ചേർത്ത് വെച്ചൊരു രൂപം വരച്ചിട്ടുണ്ട്. ഇങ്ങനെ വരക്കുന്ന ചിത്രത്തിലെ 10ാമത്തെ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളം കണ്ടുപിടിക്കുകയാണ് നമുക്ക് വേണ്ടത്. അതായത് റൈറ്റ് ട്രയാങ്കിൾസ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഈ ഒരു പാറ്റേൺ ആണ് അല്ലെ ഈ പാറ്റേൺ രൂപീകരിച്ചിട്ടുള്ളത്. ഇങ്ങനെ വരക്കുമ്പോൾ നമുക്ക് ഇതുപോലെ അനേകം മട്ടത്രികോണങ്ങൾ വരക്കാൻ പറ്റും, അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾസ് നമുക്ക് വരക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ വരക്കുന്ന 10ാമത്തെ റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ വരച്ചിരിക്കുന്ന റൈറ്റ് ട്രയാങ്കിളിന്റെ ഒക്കെ പ്രത്യേകത എന്താണ്? ഒരു ലംബവശം എല്ലാത്തിനും 1 മീറ്റർ ആണ്. പിന്നെ ഫസ്റ്റ് റൈറ്റ് ട്രയാങ്കിളിന് മാത്രം 2 ലംബവശങ്ങളും 1 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാനുള്ള സൗകര്യത്തിന് ഇതിന് ഇങ്ങനെ നമ്പർ കൊടുക്കാം. നമുക്ക് 1 2 3 4 എന്നുള്ള നമ്പർ കൊടുക്കാം. അപ്പൊ ചെയ്യാൻ എളുപ്പമായിരിക്കും. അങ്ങനെ ഫസ്റ്റ് റൈറ്റ് ട്രയാങ്കിളിന്റെ 2 പെർപെൻഡിക്കുലർ സൈഡ്സ് തന്നിട്ടുണ്ട്. അതായത് ആദ്യത്തെ മട്ടത്രികോണത്തിന്റെ 2 ലംബവശങ്ങൾ തന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ മട്ടത്രികോണത്തിന്റെ കർണം കണ്ടുപിടിക്കാം. പൈത്തഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ചുകൊണ്ട് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ എന്ന സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ കർണം കണ്ടുപിടിക്കാം. അപ്പോ ഫസ്റ്റ് റൈറ്റ് ട്രയാങ്കിളിന്റെ വശങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ മട്ടത്രികോണത്തിന്റെ വശങ്ങള്, ഒന്നാമത്തെ ത്രികോണത്തിന്റെ വശങ്ങൾ വശങ്ങൾ ലംബവശങ്ങൾ 1 1. ഇത് എത്രയാണ് കിട്ടുക? 1 1. അപ്പൊ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ അല്ലെ? 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 1 പ്ലസ് 1 2. അതായത് കർണത്തിന്റെ നീളം √2 എന്നാണ് കിട്ടുക അല്ലെ? ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് ചെയ്ത് നോക്കണം വേറെ തന്നെ. അതേപോലെ രണ്ടാമത്തെ ത്രികോണത്തിന്റെ വശങ്ങൾ എന്തായിരിക്കും? രണ്ടാമത്തെ ത്രികോണത്തിന്റെ വശങ്ങള് ഒരു ലംബവശം 1 ആണ്. രണ്ടാമത്തെ ലംബവശമാണ് ഈ നമുക്ക് ഇതിന്റെ കർണം വരുന്നത്. അപ്പൊ 1 √2. അടുത്ത കർണം എത്ര ആയിരിക്കും? രണ്ടാമത്തെ ത്രികോണത്തിന്റെ കർണം എത്ര ആയിരിക്കും? 1 സ്ക്വയർ പ്ലസ് √2 സ്ക്വയർ അല്ലെ? അപ്പൊ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1, √2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 അല്ലെ? അപ്പൊ 1 കൂട്ടുന്ന 2 പറഞ്ഞാൽ 3. അങ്ങനെയാണെങ്കിൽ കർണം എത്ര കിട്ടുക? √3 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ത്രികോണത്തിന്റെ വശങ്ങള് √1 √2 √3 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ത്രികോണത്തിന്റെ വശങ്ങൾ എത്ര കിട്ടുക? ഇത് √2, ഇത് √3 എന്ന് കിട്ടി. അപ്പൊ 1 √3. അടുത്ത കർണം എത്ര ആയിരിക്കും അന്നേരം? 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1, √3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 അല്ലെ? അപ്പൊ 1 കൂട്ടണ 3 4 ആണ്. അങ്ങനെയാണെങ്കിൽ കർണം എത്ര? √4 ആണ്. അപ്പൊ മൂന്നാമത്തേത് നമുക്ക് ഇവിടെ √4 എന്ന് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ത്രികോണത്തിന്റെ വശങ്ങൾ എത്ര കിട്ടുക? 1 ഇത് എത്രയാ കിട്ടിയേ? √4 അല്ലെ? അപ്പൊ ഇത് എത്ര കിട്ടും? 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1, √4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 അല്ലെ? അപ്പൊ 1 കൂട്ടുന്ന 4 എത്ര? 5 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കർണത്തിന് കിട്ടും നമുക്ക് √5 എന്ന് കിട്ടും അല്ലെ? അപ്പൊ √5 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാല് ഈ പാറ്റേൺ ഇതിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും അല്ലെ? 1 √2 √3 ആണ്. രണ്ടാമത്തെ ത്രികോണത്തിന്റെ വശങ്ങൾ 1 √2 √3. മൂന്നാമത്തത് 1 √3 √4. നാലാമത്തെ ത്രികോണത്തിന്റെ വശങ്ങള് 1 √4 √5 ആണ്. അങ്ങനെയാണെങ്കിൽ 10ാമത്തെ ത്രികോണത്തിന്റെ വശങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് എഴുതാം അല്ലെ? അപ്പൊ എത്ര? ഇതുപോലെ 10ാമത്തെ ത്രികോണത്തിന്റെ വശങ്ങൾ എന്താ കിട്ടുക നമുക്ക്? 1. നാലാമത്തെ വരുമ്പോ ഇവിടെ √4 അല്ലേ ഉണ്ടായത്? അപ്പൊ √10. ഇതിനേക്കാൾ 1 കൂടുതൽ അല്ലെ? അപ്പൊ √11. ഇതായിരിക്കും 10ാമത്തെ ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളങ്ങൾ കിട്ടുക. ഇനി ഇതിന്റെ രണ്ടാമത്തെ ചോദ്യം നോക്കാം. അതായത് ഇങ്ങനെ വരക്കുന്ന ത്രികോണങ്ങളിൽ 10ാമത്തെ ത്രികോണത്തിന്റെ ചുറ്റളവ് 9ാമത്തെ ത്രികോണത്തിന്റെ ചുറ്റളവിനേക്കാൾ എത്ര കൂടുതലാണ്? അതായത്
10ാമത്തെ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ 9ാമത്തെ ട്രയാങ്കിളിന്റെ പെരിമീറ്ററിനേക്കാൾ എത്ര കൂടുതലാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ വശങ്ങൾ 3 കൂട്ടുമല്ലേ വേണ്ടേ, സൈഡ്സ് എല്ലാം ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ നമുക്ക് 9th ട്രയാങ്കിളിന്റെ സൈഡ്സും അറിയണം, 10th ട്രയാങ്കിളിന്റെ സൈഡ്സും അറിയണം അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സൈഡ്സ് ഓഫ് ദ 9th ട്രയാങ്കിൾ, ട്രയാങ്കിൾ ഏതൊക്കെയാണ്? എല്ലാത്തിനും ഒരു സൈഡ് 1 മീറ്റർ ആണ്. അടുത്തത് √9, ഇത് √10. ഇനി സൈഡ്സ് ഓഫ് ദ 10th ട്രയാങ്കിൾ, ട്രയാങ്കിൾ ഈക്വൽ ടു ഏതൊക്കെയാണ്? 1 √10 √11. ഇനി രണ്ടിന്റെയും പെരിമീറ്റർ ഓഫ് 9th ട്രയാങ്കിൾ ഈക്വൽ ടു പെരിമീറ്റർ പറഞ്ഞാൽ ഇത് 3 ആഡ് ചെയ്താൽ മതി അല്ലെ. 1 + √9 + √10. ഇനി പെരിമീറ്റർ ഓഫ് 10th ട്രയാങ്കിൾ ഈക്വൽ ടു 1 + √10 + √11. ഇനി നമുക്ക് ഇത് എത്ര കൂടുതലാണെന്ന് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? വലുത് ഇതായിരിക്കുമല്ലോ, ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യണം. അപ്പൊ √1 + √10 + √11 മൈനസ് 1 + √9 + √10 ആണ് കിട്ടുക. അപ്പൊ ഇതിനെ മാറ്റി എഴുതുമ്പോൾ എന്ത് കിട്ടും? 1 + √10 + √11 മൈനസ് 1. ഇനി √9 എന്ന് പറഞ്ഞാൽ അത് 3 ആണെന്ന് നമുക്കറിയാം, മൈനസ് √10 ആണ് അല്ലെ. അപ്പൊ 1 ഇതിലതൊക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 1 - 1 മൈനസ് ചെയ്തു. ഇനി √10ഉം മൈനസ് √10ഉം ക്യാൻസൽ ചെയ്യാം. 1 മൈനസ്, അപ്പൊ √11 മൈനസ് 1ഉം മൈനസ് 1ഉം ക്യാൻസൽ ചെയ്തു അല്ലെ. √11 മൈനസ് 3 ആണ് പെരിമീറ്റർ. അപ്പൊ √11 മൈനസ് 3 മീറ്റർ ആണ് 9ാമത്തെ പെരിമീറ്ററിനേക്കാളും 10ാമത്തെ പെരിമീറ്റർ കൂടുതലായിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായല്ലോ.